നമസ്കാരം. നമ്മുടെ ഒരു സംസ്കാരത്തിന് ചേർന്നതാണോ ഈ തന്തയ്ക്ക് വിളി? ബിഗ് ബോസിനുള്ളിലെ കാര്യമാണ്. ഇന്നത്തെ റിലേ ടാസ്ക് എന്നും പറഞ്ഞൊരു ടാസ്ക് വൈൽഡ് ഗാർഡിനുണ്ടായിരുന്നു. അതിന് വെളിയിൽ വെച്ച് ഭയങ്കര അടിയായിരുന്നു. അത് കഴിഞ്ഞ് അകത്തോട്ട് കയറി കഴിഞ്ഞപ്പോൾ ഷാനവാസും മസ്താനി, നാക്കിനെല്ലില്ലാത്ത രണ്ട് സാധനങ്ങൾ അതിനകത്തുള്ളത്, റെനഫാത്തിനെയും മസ്താനി. ഇവര് ഈ ചീവീട് മാതിരി കിടന്ന് ചിലക്കുന്ന ഒരു ഇതാണ്. പക്ഷെ എന്തോ പറഞ്ഞ കൂട്ടത്തിൽ മസ്താനിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നു, എടാ എടാ എടോ പോടോ എന്ന് വിളിക്കുന്നു. പോടോ എന്ന് വിളിക്കുമ്പോൾ എടാന്ന് വിളിക്കുമ്പോഴും ഷാനവാസ് പറഞ്ഞ് നിന്റെ അച്ഛനടുത്ത് പോയി പറഞ്ഞതെന്ന് പറഞ്ഞു. ആ സമയത്ത് അവിടെ കൂടെ നിന്നിരുന്ന ജിഷിനും പ്രവീണും ലക്ഷ്മിയും എല്ലാം ഷാനവാസിനെതിരെ തിരിയാണ്. പക്ഷെ മറ്റുള്ള ഹൗസിലെ ഈ പറഞ്ഞ മറ്റ് ടീമുകളൊന്നും തന്നെ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല. എന്നാൽ ഈ അടുത്ത ദിവസങ്ങളിൽ അവർ തമ്മിൽ കുറെ സ്നേഹബന്ധം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പോലും ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. ജിഷിൻ പറയുന്നത് നിന്നെ സപ്പോർട്ട് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ ഈ ഹൗസിൽ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, പ്രായം കൊണ്ട് മൂത്താണല്ലേ നിന്റെ അച്ഛനെ ഞാൻ തന്തയ്ക്ക് പറയുന്നതല്ല, പോടാ എന്ന് പറയുന്നത് നിന്റെ അച്ഛനെ പോയി വിളിച്ചാൽ മതി എന്നാ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ തന്തയ്ക്ക് വിളി തന്നെ. അത് ഷാനവാസിന്റെ ഭാഗത്തെ ഒരു തെറ്റെന്ന് വേണേ പറയാം. അതിനൊക്കെ വലിയ തെറ്റ് നിന്റെ തന്തയ്ക്ക് പോയി പറഞ്ഞാൽ മതി എന്നും പറഞ്ഞ് നീ എന്ന് പറഞ്ഞപ്പം മസ്താനി പറഞ്ഞു. മസ്താനി എന്നൊക്കെ പറഞ്ഞ ഒരു കൊച്ചുകുട്ടിയല്ലേ, ഒരു 10-22 വയസ്സ് താഴെയല്ലേ ഉള്ളൂ. ഈ പിള്ളേരൊക്കെ ഈ സമൂഹത്തില് ബിഗ് ബോസ് എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത് വെച്ചാൽ ഒരു മണ്ണായം കെട്ടേയില്ല. ബിഗ് ബോസ് കാണാതിരിക്കുന്നതാണ്. നമ്മൾ ഇതൊക്കെ ഈ റിയാക്ഷൻ ചെയ്യേണ്ടതുകൊണ്ട് മാത്രം കാണുക, അല്ലെങ്കിൽ ഈ പരിപാടി കണ്ടിട്ടുമില്ല മുൻ സീസണിലൊന്നും. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് എപ്പോഴും തെറികളും അടിയും മാത്രമുണ്ട്. ടാസ്കിന് ആകെ ഒരു ദിവസം 1-2 ടാസ്ക് കാണും. ടാസ്ക് കഴിഞ്ഞ് രാവിലെ മുതൽ കിച്ചൺ, രാത്രി വരെ കിച്ചൺ അല്ലെങ്കിൽ ലിവിംഗ് റൂം അടിയുടെ സ്പേസായി മാറി. ഈ സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടി അടി ഉണ്ടാക്കണം എന്ന് കരുതി ശരത്തും അങ്ങനെയൊക്കെയുള്ള അക്ബറും ഒക്കെ എന്തോ മനക്കോട്ട കിട്ടിയിട്ടുണ്ട്. എന്തായാലും ശരി, മസ്താനി പറഞ്ഞത് തിരിച്ച് ഒന്നുകിൽ പ്രായത്തിലെങ്കിലും ഒരച്ഛനാകാനെങ്കിലും സ്ഥാനമുണ്ട്. എനിക്ക് തോന്നുന്നു ഷാനവാസ്. എന്തായാലും ശരി, അത്രയും പ്രായമുള്ള ഒരു മനുഷ്യനെ കയറി നിന്റെ വന്തയ്ക്ക് പറഞ്ഞത് എന്നൊക്കെ പറയുമ്പം വളരെ മോശം. ബിഗ് ബോസ് ഇത് കണ്ടോണ്ടിരിക്കുക, മൗനം ഇച്ചിരി കഴിയുമ്പോൾ പറയാം നിങ്ങളുടെ വഴക്ക് കഴിഞ്ഞോ എങ്കിൽ തിരിക്കും. ഇങ്ങനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് ഇത് നിർത്താം ഒരു നിമിഷം. ഇനി മേലാൽ തെറി പറയുന്നവരെ ഈ രീതിയിൽ യൂസ് ചെയ്യുന്നവരെ അന്നേരം ഔട്ടാക്കും, അല്ലെങ്കിൽ ഒരാളെ ഔട്ടാക്കി കാണിച്ചാൽ. പക്ഷെ ബിഗ് ബോസ് ഇത് റേറ്റിംഗ് ഉണ്ടാക്കുകയെന്ന് എനിക്ക് തോന്നുന്നു. ഇത് കാണാനൊക്കെ അല്ലേ ആൾക്കാർ വരുന്നത്. ഈ തെറി ഗുസ്തിയൊക്കെ കാണുന്നതിനാണ് താല്പര്യം, ടാസ്ക് ഒന്നും കാണുന്നതിന് താല്പര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ മസ്താനിയെ നിലയ്ക്ക് നിർത്തുക, ഷാനവാസ് ഒന്ന് ഒതുങ്ങുക, അത്രേ പറയാനുള്ളൂ.